ജനങ്ങളുടെ അവകാശം പരമാവധി വകവെച്ചുകൊടുത്ത് വെള്ളം ചേർക്കാതെയും വളച്ചൊടിക്കാതെയും വാർത്തകൾ നൽകിയാണ് മാധ്യമം അതിന്റെ പ്രയാണം ആരംഭിച്ചത്. അങ്ങനെ വാർത്തയിൽ സത്യം തെളിഞ്ഞ് 22 ആണ്ടുകൾ. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ സൗഹാർദ്ദപരമായ ഇടപെടലുകളുമായി കടന്നുവരികയാണ് മാധ്യമം വിചാരവേദി. I feel very proud that 20 years ago, what was a matter of faith only has become now not only a matter of faith but matter of confidence. This has been the most, to use the editor's word, the most fruitful experience in secularism. I told them when this was founded that let this newspaper be newspaper and don't bring in anything else in it. And I must say, to the credit of all of them, that they have let it be introduced, let it be a newspaper. And not only that, they are now a voice which cannot be ignored, and they take the initiative to intervene whenever this state or whenever this country is going away from the path of democratic, secular, socialist republic. I am very happy that I introduced, that I was associated with it, and I am sure that this thinker forum is going to be equally successful. Not only I hope that of course it will be throughout the state, but I hope just like this venture has gone to the Gulf and other countries, this venture will spread to other parts of the country. കാലിക പ്രാധാന്യമുള്ള വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനവും ചർച്ചകളും. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് പൗരന്മാർക്ക്. ഇപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അതുപോലെ ലഭ്യമാകുന്ന ഒരു രാജ്യമല്ലല്ലോ നമ്മുടെ രാജ്യം. എങ്കിലും സേവന മേഖലകളിലെങ്കിലും ഇത്തരത്തിൽ ഒരു ഊന്നൽ നൽകേണ്ടത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. പുതുതായി ഏർപ്പെട്ട വിദ്യാഭ്യാസം നമുക്ക് എത്രത്തോളം ഉതക്കി എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. അങ്ങനെ നോക്കുമ്പോൾ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിനകത്ത് നിലനിന്ന ചില വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നുകൂടാ. ഒരു രാജ്യത്തിലെ പൗരന്മാരെന്ന രീതിയിൽ രാജ്യത്തിൻ്റെ ഭരണകൂടം ഇഷ്ടപ്പെട്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ സമൂഹത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ഭരണകൂടം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, ഉണ്ടാക്കുന്ന ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതാണ് നമ്മുടെ ഭരണഘടന. സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഫലമായി ഉണ്ടാവുന്ന പ്രതികരണ പ്രവർത്തനങ്ങളും അവയുടെ സാമൂഹ്യ തലവും ഈ വാദത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നതായിരുന്നു ഈ ചേഷ്ടാവാദത്തിനെതിരായിട്ടുള്ള വലിയ വിമർശനം. രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിലെ അബദ്ധസഞ്ചാരങ്ങൾക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ. കെട്ടിടങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ആറിനെ പൊതിയ മാത്രമല്ല എല്ലാ അഴികളും ആറ്റിലേക്ക് തള്ളുകയാണ്. ഈ നിലയിൽ കിടക്കുന്ന ആ ആറിനെ മൂന്നാറിനെ സംരക്ഷിച്ചെടുത്തിട്ട് അവിടെയുള്ള ഈ കെട്ടിടങ്ങൾ, മനോഹരമായ കെട്ടിടങ്ങൾ, അതെല്ലാം പൊളിച്ചിട്ട്
ഈ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന ഒന്നാന്തരം മലനിരകളുടെ അരികിൽ ആ കെട്ടിടങ്ങളെല്ലാം തന്നെ വെച്ചാൽ ഒരു നവീന മൂന്നാർ ഉയർന്നു വരും. ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ കണ്ടത്, ഒരാള് തന്നെ തൂക്കി, സ്വർണം കൊണ്ട് തൂക്കിയിട്ട് ഗുരുവായൂരപ്പന് കൊടുക്കുന്നു. ഗുരുവായൂരപ്പന് കൊടുക്കാൻ അയാൾ കണ്ട മറ്റൊന്നല്ല, നമ്മൾ പാവപ്പെട്ടവരെ ഈ പിന്നെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ വല്ല പഴം കൊണ്ടോ വല്ല മണ്ണുകൊണ്ടോ ഒക്കെ തൂക്കി കൊടുക്കുന്ന പോലെയല്ല, തന്നെ സ്വർണം കൊണ്ട് തൂക്കിക്കൊണ്ട് ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു മേനോനോ എന്ന രീതിയിൽ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയത്. ഞാനൊക്കെ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട്, മറ്റുള്ളവർക്കൊക്കെ അറിയുമായിരിക്കും. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു സ്വർണ്ണമേനോനെ കണ്ട് അത്ഭുതം തീരുന്നതിന് മുമ്പാണ് പുഴയ്ക്കൽ പാടം മുഴുവനും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കുന്നു എന്ന അറിവ് കൂടി കിട്ടുന്നത്. മാധ്യമ മേഖലകളിലെ തന്നെ അനാരോഗ്യകരമായ മത്സരങ്ങൾക്കും വ്യതിചലനങ്ങൾക്കുമെതിരെയുള്ള സംവാദങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ സമീപനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് പൊതുവെ ശത്രുതാ മനോഭാവമാണ്. കേരളത്തിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ അതുമായി ചെറിയ തോതിൽ ഒന്ന് ബന്ധപ്പെടുത്തണം നമ്മൾ. കാരണം കേരളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തിയുള്ളൊരു സംസ്ഥാനമാണ്. മാധ്യമ ഇടപെടലുകളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ബോധപൂർവം കൊടുത്ത തലക്കെട്ടാണ്. എന്ത് പറഞ്ഞാൽ ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയം നമുക്കുണ്ടായേ തീരും. മാധ്യമങ്ങൾക്കും വേണം, മാധ്യമങ്ങൾ നിരപരാധികളൊന്നുമല്ല, മാധ്യമങ്ങളടക്കം ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയം ഉണ്ടായേ തീരും. ആ ക്രിയാത്മകമായ രാഷ്ട്രീയം സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാവണം. അന്ത്യവിശകലനത്തിൽ ജനാധിപത്യത്തിൽ പരമാധികാരികൾ ജനങ്ങൾ തന്നെയാണ്. തെറ്റുകൾക്ക് മാപ്പ് പറയുന്നില്ല എന്നായിരുന്നു ശ്രീ പിണറായി വിജയൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തെറ്റുകൾ വരുന്നു, ഞങ്ങൾ തെറ്റ് തിരുത്തുന്നു, ഞങ്ങൾ കുട്ടികളെപ്പോലെയാണെന്നല്ലേ ഇവർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം. രണ്ടാളും പിണറായിയും ശ്രീ വി എസ് അച്യുതാനന്ദനും അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഇത്രയും മുതിർന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഇത്രയും മുതിർന്ന നേതാക്കൾക്ക് തെറ്റുപറ്റാമെങ്കിൽ ചെറുപ്പക്കാരായ ചില മാധ്യമ പ്രവർത്തകർക്കും ചിലപ്പോൾ തെറ്റുപറ്റും. പീഡിത ദുർബല വിഭാഗങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളോട് പരിപൂർണ പിന്തുണ. യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷൻ സൂചിപ്പിച്ചതുപോലെയും നമുക്കൊക്കെ അറിയുന്നത് പോലെയും ന്യൂനപക്ഷ സമുദായം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് അവരുടെ സുരക്ഷയ്ക്കുള്ള ഭീഷണി. എപ്പോഴും സംശയദൃഷ്ടിയാ മാത്രം കാണുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായം ഉൾപ്പെടുന്ന ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാറിയിരിക്കുന്നു. 4% താഴെ, അതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം. 4 താഴെ അതെങ്ങനെയാ? ആ 4% ആരാ? പിയോണന്മാരും അതിൽ താഴ്ന്ന സിപ്പായിമാരും അല്ലാതെ നല്ല ജോലിയുള്ള ഒറ്റ മുസൽമാനും ഇല്ല. സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ പ്രതികരിച്ചു വേട്ടയാടപ്പെടുന്നവന്റെ നൊമ്പരങ്ങൾക്കുമേൽ കൈത്താങ്ങായും ദുരന്തബാധിതന് കണ്ണീർ തുടയ്ക്കുന്ന തൂവൽ സ്പർശമായും സത്യത്തിന്റെ ഭൂമികയിൽ ചിന്താശക്തിയും പ്രതികരണശേഷിയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള വായനക്കാരെ അണിനിരത്തുന്ന ഒരു പൊതുവേദിയാണ് മാധ്യമം വിചാരവേദി.